രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച കേരളത്തിലെ മുഴുവൻ വിമുക്ത ഭടന്മാർക്കും സംസ്ഥാന ഗവൺമെന്റ് CSR ഫണ്ടിന് സമാനമായ രീതിയിൽ ഇൻസെന്റീവ് നൽകണമെന്ന് ഉടുമ്പൻചോല MLA സേനാപതി വേണു. ഇത് സംബന്ധിച്ച സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മുണ്ടിയരുമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടനായ MLAക്ക് നൽകിയ സ്വീകരണ യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായത്. ഞാൻ നിങ്ങളുടെ അറിവിലോട്ട് പറയുന്നു, ഞാൻ കേരള നിയമസഭയിൽ എക്സ് സർവീസ്മാൻ വേണ്ടി ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു. അത് മറ്റൊന്നുമല്ല, എക്സ് സർവീസ്മാന് പെൻഷൻ കിട്ടുന്നു, ഒക്കെ ശരിയാണ്. നമ്മൾ ഈ രാജ്യത്തെ സംരക്ഷിച്ചവരാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആ സംരക്ഷണത്തിന് ഒരു ഇൻസെന്റീവ് സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് തരണം, CSR. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ബില്ലിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ എക്സ് സർവീസ്മാൻമാർക്കും അവർക്ക് അർഹതപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് കമ്പനികൾ CSR കൊടുക്കുന്നത് വരെ ഈ രാജ്യത്തിന്റെ അതിർത്തി കാത്ത് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും കൂടി സംരക്ഷിച്ചതിന്റെ പ്രതിഫലമാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരു ഇൻസെന്റീവ്, അത് പ്രതിമാസമാകട്ടെ, അർദ്ധവാർഷികമാകട്ടെ, അതല്ലെങ്കിൽ ഒറ്റത്തവണയാകട്ടെ, അതിന്റെ തുക എത്രയെന്നുള്ളതൊക്കെ ഞാൻ പിന്നീട് നിങ്ങളുമായിട്ട് കൂടി ആലോചിച്ചു. അപ്പോൾ മുണ്ടിയരുമ, അണക്കര, കുമളി, ഏലപ്പാറ, ഇടുക്കി, കട്ടപ്പന, അടിമാലി യൂണിറ്റുകളും ഇടുക്കി ഉടുമ്പൻചോല ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് MLA ആദരിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി SK അജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ നായർ, സെക്രട്ടറി PM ജോയി, സംഘടനാ നേതാക്കളായ VG ശശി, RK പണിക്കർ, വർഗീസ് കാപ്പിൽ, VI തോമസ്, സുധാകരൻ G, ശ്രീകണ്ഠൻ, രവീന്ദ്രൻ നായർ, S വിജയൻ, അജിത് കുമാർ, KK രാജു എന്നിവർ പ്രസംഗിച്ചു. SLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ഉയർന്ന ഡിഗ്രി കരസ്ഥമാക്കിയ കുട്ടികളെയും സീനിയർ എക്സൈസ് സർവീസ് മെമ്പർമാരായ KK ഉണ്ണികൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ MLA ആദരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.